ഞാൻ അജിത്ത്. ഞാനൊരു നാഷണൽ പ്രൈവറ്റ് ലോറിയിൽ കിളിയായിട്ട് പോവാണ്. ചെറുപ്പം മുതൽ വണ്ടിപ്പണി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ +2 കഴിഞ്ഞ ഉടൻ വണ്ടിയിൽ പണി അന്വേഷണം തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ ടൗണിൽ ലോഡ് ഇറക്കാൻ വന്ന ഒരാളെ പരിചയപ്പെട്ടു. ഞാൻ എൻ്റെ ആഗ്രഹം അയാളോട് പറഞ്ഞു. പുള്ളിക്കത് ഇഷ്ടപ്പെട്ടു. ആ ഡ്രൈവറാണ് രാജൻ. രാജേട്ടൻ എന്നോട് ചോദിച്ചു, നിനക്ക് എന്നു മുതൽ വരാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു, എന്ന് വേണമെങ്കിലും വരാം. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, എടാ, വണ്ടിയിൽ വന്നാൽ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റും. കേരളം, തമിഴ്നാട്, ബോംബെ, ബാംഗ്ലൂർ അതിലൂടെയൊക്കെ പോകണം. ഓക്കെ, ഞാൻ വരാം, എനിക്ക് കുഴപ്പമില്ല. നിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും മമ്മിയും പിന്നെ ഒരു ചേട്ടനും. ആണോ? ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടൻ കഴിഞ്ഞ വർഷം ഗൾഫിൽ പോയി. അവിടെ ഒരു കമ്പനിയിലാണ്. മമ്മി ഇപ്പോൾ അംഗൻവാടി ടീച്ചറാണ്. പപ്പ ഒരു 4 വർഷം മുമ്പ് മരിച്ചു. ലിവർ സിറോസിസ് ആയിരുന്നു. നിനക്ക് ലൈസൻസ് ഉണ്ടോ? ആ, എനിക്കുണ്ട്. 2 മാസമായിട്ടുള്ള കിട്ടിയിട്ട്. എന്നാൽ ശരിയടാ. എടാ, നിൻ്റെ നമ്പർ താ, ഞാൻ നിന്നെ വിളിച്ചോളാം. ഞാൻ എൻ്റെ നമ്പർ കൊടുത്തു. ഞാൻ വീട്ടിൽ വന്ന മമ്മിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മമ്മിക്ക് വണ്ടിയിൽ പോകുന്നതിനോട് ഒരു യോജിപ്പുമില്ല. മമ്മി പറയുന്നത്, മോനു, നീ +2 പാസ്സായതല്ലേ, നീ ഡിഗ്രി ചെയ്, എന്നിട്ട് നല്ലൊരു ജോലി വാങ്ങ്, അല്ലാതെ വണ്ടിപ്പണിക്ക് പോവണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മി പ്ലീസ്, ഒരു വർഷം ഞാൻ ആഗ്രഹിച്ചു പോയി. അത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും നോക്കിക്കോളാം, പ്ലീസ് മമ്മി. അങ്ങനെ ഒരുപാട് പറഞ്ഞ് മമ്മിയെ ഞാൻ സമ്മതിപ്പിച്ചു. മമ്മി അംഗൻവാടി ടീച്ചറായതുകൊണ്ട് തന്നെ എപ്പോഴും ഒരുങ്ങി മാത്രമേ നടക്കൂ. മമ്മിയുടെ പേര് നിർമ്മല. വയസ്സ് 45. കാണാൻ നല്ല ഭംഗിയൊക്കെയുണ്ട്. വെളുത്ത നിറം. പിന്നെ എല്ലാം ആവശ്യത്തിനധികവുമുണ്ട്. അപ്പുറത്തെ വീട്ടിലെ ബേബി ചേട്ടൻ മമ്മിയെ കണ്ടാൽ വന്ന് സംസാരിക്കാൻ തുടങ്ങും. അയാൾ സ്കാൻ ചെയ്യുന്ന പോലെയാണ് മമ്മിയെ നോക്കുന്നത്. രാവിലെ മമ്മി ജോലിക്ക് പോകുമ്പോൾ ആളുകൾ മമ്മിയെ നോക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. ഞാൻ മമ്മിയോട് പറയുകയും ചെയ്യും. അപ്പോൾ മമ്മി പറയും, എടാ, അതൊക്കെ എൻ്റെ ആരാധകരാണെന്ന്. ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്നാൽ എല്ലാ വിശേഷവും സംസാരിക്കും, കണ്ടതും കേട്ടതുമെല്ലാം. അങ്ങനെ ഒരു ദിവസം രാജൻ ചേട്ടൻ എന്നെ വിളിച്ചു. ഡാ, നീ നാളെ പോരട്ടോ. അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ചെന്നു. മൈസൂർക്കാണ് അന്നത്തെ ലോഡ്. അതിനിടയ്ക്ക് മമ്മി വിളിച്ചു. മമ്മിക്ക് രാജൻ ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്തി. അവർ ഫോണിൽ സംസാരിച്ചു. പിന്നീട് അവിടെ നിന്നും കന്യാകുമാരിക്കാണ് ട്രിപ്പ്. അങ്ങനെ 1 മാസം പോയി. ഇതിനിടയ്ക്ക് ഞാനും രാജൻ ചേട്ടനും നല്ല അടുപ്പായി. ആൾക്ക് നല്ല ധൈര്യമാണ്, എന്തിനും നേരിടാനുള്ള ചങ്കൂറ്റം. എന്നെ മമ്മി വിളിച്ച് സംസാരിക്കുമ്പോൾ രാജൻ ചേട്ടൻ എൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി സംസാരിക്കും. എന്നെ എന്തെങ്കിലും പണി പറഞ്ഞ് രാജൻ ചേട്ടൻ അപ്പോൾ അവിടെ നിന്ന് മാറ്റും. അങ്ങനെ ഒരു ദിവസം എൻ്റെ വീടിൻ്റെ അടുത്ത് മിൽമയിൽ ലോഡ് ഇറക്കാൻ വന്നു. ഞാൻ ചേട്ടനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മമ്മി വീട്ടിലേക്ക് വരുന്നേ ഉള്ളൂ. ഞങ്ങൾ ചെല്ലുമ്പോൾ മമ്മിയെ ആ സാരിയിൽ കണ്ടപ്പോൾ തന്നെ രാജൻ ചേട്ടൻ നോക്കി നിന്നു. മമ്മി ഒരു പർപ്പിൾ കളർ സാരിയാണ് ഉടുത്തത്. അതുകൊണ്ട് തന്നെ മമ്മിയെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ടായിരുന്നു. മമ്മി, ഇതാണ് രാജേട്ടൻ, ഞാൻ പറഞ്ഞു. ആ, വരൂ. മമ്മി ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചു. ഞങ്ങൾ അകത്ത് കയറിയിരുന്നു. മമ്മി ചായ ഇടാൻ അകത്തേക്ക് പോയി. ഞങ്ങൾ ചായ കൂടി കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി അവിടെ നിന്ന് പോന്നു. പോരുന്ന വഴിയെല്ലാം രാജേട്ടൻ മമ്മിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. നിൻ്റെ പപ്പ മരിച്ചിട്ട് ഒത്തിരി ആയില്ലേ? പിന്നെ മമ്മിക്ക് നല്ല സൗന്ദര്യമുണ്ടല്ലോ. പിന്നെ എന്താ നിൻ്റെ മമ്മി വേറെ കല്യാണം കഴിക്കാത്തത്? എന്തിനാ വെറുതെ ഇങ്ങനെ? അങ്ങനെ അയാൾ ഓരോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മിക്ക് ഞങ്ങളോടാണ് ഇഷ്ടം, അതുകൊണ്ടായിരിക്കുമെന്ന്. അങ്ങനെ ഒരു ദിവസം മമ്മി വിളിച്ചപ്പോൾ ഈ കാര്യം, രാജേട്ടൻ പറഞ്ഞ കാര്യം ഞാൻ മമ്മിയോട് പറഞ്ഞു. അപ്പോൾ മമ്മി പറയാ, എന്നാൽ അയാളോട് എന്നെ കെട്ടാൻ പറയുന്നു. ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും ലോഡായി വരുമ്പോൾ രാജേട്ടൻ എന്നോട് പറഞ്ഞു, ഈ ലോഡ് നിൻ്റെ നാട്ടിലേക്കാ. ഇത് ഇറക്കിക്കഴിഞ്ഞ് 2 ദിവസം ഓട്ടോ ഇല്ല. ഞാൻ എൻ്റെ മമ്മിയെ വിളിച്ച് പറഞ്ഞു, നാളെ രാവിലെ ഞാൻ വരുന്നുണ്ടെന്ന്, 2 ദിവസം ലീവ് ഉണ്ടെന്ന്.
ഞങ്ങളങ്ങനെ വരുമ്പോൾ രാജേട്ടൻ മമ്മിയെപ്പറ്റി വീണ്ടും ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഞാൻ തമാശ രൂപേണ ചോദിച്ചു, എന്നാ എൻ്റെ മമ്മിയെ രാജേട്ടൻ കെട്ടിക്കോ. പുള്ളി എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ നിൻ്റെ മമ്മിയെ പോലൊരു സുന്ദരിയെ കിട്ടിയാൽ ഞാൻ ഭാഗ്യവാനാണ്. അത് കേട്ടപ്പോൾ എനിക്ക് കുളിര് കോരി. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു, നിൻ്റെ മമ്മിയെ കിട്ടിയാൽ ഞാൻ വണ്ടിപ്പണി നിർത്തി അവിടെ എവിടെയെങ്കിലും പണി ചെയ്ത് ജീവിക്കും. അതെന്താ രാജേട്ടാ? എടാ എനിക്ക് അവളുമായി എല്ലാ ദിവസവും കൂടണം. അത് കേട്ടപ്പോൾ എൻ്റെ ആള് തല പൊക്കി എഴുന്നേറ്റു. ഞാൻ ചോദിച്ചു, രാജേട്ടന് പണ്ടേ ഒരു പെണ്ണ് കെട്ടിക്കൂടായിരുന്നോ? എടാ അത് ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രാരാബ്ധമായിരുന്നു. എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇപ്പോൾ 48 വയസ്സായി. പുള്ളി ഒന്ന് നെടുവേർപ്പിട്ടു. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു പെണ്ണിനെ പ്രേമിച്ച് കെട്ടിക്കൂടെ? ഞാൻ ഒരുപാട് പെണ്ണുങ്ങളുമായി കൂടിയിട്ടുണ്ടടാ, പക്ഷേ ഒന്നിനോടും ഒരു താല്പര്യവും തോന്നിയിട്ടില്ല. പക്ഷേ ഒരാളോട് മാത്രം ഒരു താല്പര്യം തോന്നി. അതാരാ രാജേട്ടാ? എന്നെ നോക്കി ചിരിച്ചിട്ട് പുള്ളി പറഞ്ഞു, എടാ അത് നിൻ്റെ മമ്മിയാ. ഞാൻ അയാളെ നോക്കി ചിരിച്ചു. എടാ നിൻ്റെ മമ്മിയുടെ സൗന്ദര്യം, ആ പെരുമാറ്റം അതിനെ നന്നായി ആകർഷിപ്പിച്ചു മോനെ. എടാ നിൻ്റെ മമ്മിയെ ഞാൻ പ്രേമിക്കട്ടെ? അതിന് മമ്മി സമ്മതിക്കോ? ഞാൻ ചോദിച്ചു. നിനക്ക് കുഴപ്പമുണ്ടോ? അത് പറ നീ. ഏയ് എനിക്ക് കുഴപ്പമില്ല. എന്നാൽ നിൻ്റെ മമ്മിയെ ഞാൻ പ്രേമിക്കും. പുള്ളി എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ നോക്കിക്കോ, ഇപ്പോൾ മുതൽ അവളെ വളക്കാനുള്ള പണി ഞാൻ തുടങ്ങി. എൻ്റെ നിർമ്മലേ. പുള്ളി അതും പറഞ്ഞലറി. എന്നിട്ട് ഇനി അവൾ വിളിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ വിളിക്കണോ? വേണ്ട, ഫുഡ് കഴിക്കാൻ നിർത്തുമ്പോൾ വിളിക്കാം. ചേട്ടാ എൻ്റെ മമ്മിയൊരു പാവാണേ, ഒരു മര്യാദയൊക്കെ വേണം. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചേട്ടൻ്റെ കൈ കിട്ടിയ പിന്നെ പറയണ്ടല്ലോ. ഞാനൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ നോക്കിക്കോ, കാണാം നമുക്ക്, പുള്ളി പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് വണ്ടി നിർത്തി ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഞാൻ മമ്മിയെ ഫോൺ വിളിച്ചു. കുറച്ചു നേരം ഞാൻ സംസാരിച്ചു. എന്നിട്ട് രാജേട്ടന് ഫോൺ കൊടുത്തു. ഞാൻ വണ്ടിയുടെ ചുറ്റും നടന്ന് വണ്ടി ചെക്ക് ചെയ്തു. 1.5 മണിക്കൂർ അവർ ഫോണിൽ സംസാരിച്ചു. പുള്ളി ഒരു പുഞ്ചിരിയോടെ ഫോൺ എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, മമ്മി എന്താ പറഞ്ഞത്? എടാ എനിക്കൊരു കാര്യം ഉറപ്പാ, അവളും എല്ലാം ആഗ്രഹിച്ച് നിൽക്കുക. നാളെ ഞാനും വരട്ടെ നിൻ്റെ കൂടെ വീട്ടിലേക്ക്? ആ ഓക്കെ പോര്. എന്നാൽ നാളെ തന്നെ ഞാൻ അവളുടെ കൂടെ കൂടും. ആണോ? എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു. നീ വേണമെങ്കിൽ ഒളിച്ച് കണ്ടോ. ഓക്കെ, ഞാൻ ഏറ്റു. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. ലോഡെല്ലാം ഇറക്കി ലോറി അവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. ഞങ്ങൾ ചെന്നപാടെ ഒന്ന് കുളിച്ച് ക്ഷീണം മാറ്റി. രാജേട്ടൻ പിന്നെ മമ്മിയുടെ പുറകെ തന്നെ. മമ്മി ഒരു മഞ്ഞ കളർ മാക്സിയാണ് ഇട്ടിരിക്കുന്നത്. രാജേട്ടൻ മമ്മിയെ നിർമ്മലയെന്ന് പറഞ്ഞ് ഓരോന്ന് ചോദിക്കും. മമ്മി ചിരിച്ചുകൊണ്ട് മറുപടിയും പറയും. ഞാൻ നൈസായിട്ട് അതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കും. മമ്മിയുടെ രാജേട്ടൻ ചോദിച്ചു, എടോ താനെന്താ വീണ്ടും കല്യാണം കഴിക്കാത്തെ? അത് കേട്ടതും മമ്മി പറഞ്ഞു, ഒന്നുമില്ല, വേണ്ടെന്ന് തോന്നി. അതെന്താടോ, നമ്മൾ മനുഷ്യരല്ലേ, നമുക്കും ഇല്ലേ ആഗ്രഹങ്ങളൊക്കെ. എന്തിനാ വെറുതെ താൻ തന്നെ യൗവനം നശിപ്പിച്ചു കളഞ്ഞത്? മമ്മി ചേട്ടനോട് തിരിച്ചു ചോദിച്ചു. എന്താ ചേട്ടൻ കെട്ടാത്തത്? ചേട്ടനും ഇല്ലേ ആഗ്രഹങ്ങളൊക്കെ? അയാളെ നോക്കി മമ്മി പറയുമ്പോൾ മമ്മിയുടെ ശബ്ദത്തിൽ എന്തൊരു മാറ്റം പോലെ എനിക്ക് തോന്നിയിരുന്നു. ആരാ പറഞ്ഞത്? ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇഷ്ടം പോലെ സാധിച്ചിട്ടുണ്ട്. അത് മമ്മിയുടെ കണ്ണിൽ നോക്കിയാണ് അയാൾ പറഞ്ഞത്. മമ്മിയും അയാളും അടുക്കളയിൽ നിന്നാണ് സംസാരിക്കുന്നത്. മമ്മി പാത്രം കഴുകി വെക്കുന്നത് അയാൾ വാങ്ങി അടക്കി വെക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് അയാൾ മമ്മിയെ തട്ടിയും മുട്ടിയാണ് നിൽക്കുന്നത്. രാജേട്ടൻ പറഞ്ഞു, എടോ ഞാൻ ആഗ്രഹിച്ചത് തന്നെപ്പോലെ ഒരു പെണ്ണിനെയാണ്. മമ്മി രാജേട്ടനെ നോക്കി തിരിഞ്ഞു എന്ന് പാത്രം കഴുകാണ്. രാജേട്ടൻ മമ്മിയുടെ പിറകിൽ തന്നെയുണ്ട്. പിന്നെ ചേട്ടാ, എന്നെ
എടൊന്നൊന്നും വിളിക്കണ്ട, നിർമ്മലയെന്ന് വിളിച്ചാൽ മതി, മമ്മി പറഞ്ഞു. അത് പറയുമ്പോൾ മമ്മിയുടെ മുഖത്ത് ഒരു നാണം ഉണ്ടായിരുന്നു. എന്നാ എന്നെ രാജേട്ടനെന്നും വിളിക്കണം, അയാൾ പറഞ്ഞു. ഓക്കെ, എന്നാ ഞാൻ എടെ നിർമ്മലയെന്ന് വിളിക്കട്ടെ? അയ്യട മോനെ, എന്തൊക്കെ ആഗ്രഹമാണ്. വേറെന്നാ എന്നെ വിളിക്കാൻ പോകുന്നത്? മമ്മി ചോദിച്ചു. രാജേട്ടൻ പറഞ്ഞു, ഞാൻ നിന്നെ എല്ലാം വിളിക്കാം, സുന്ദരി പെണ്ണെ, കള്ളിപ്പെണ്ണെ. അതൊക്കെ കേട്ടപ്പോൾ മമ്മി പൊട്ടിച്ചിരിക്കായിരുന്നു. ഞാനിതെല്ലാം ഒരു വാതിലിൻ്റെ മറവിൽ നിന്നുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നെ അവർ രണ്ടുപേരും കാണുന്നില്ല. എടി നിർമ്മലേ, ഇന്ന് നമുക്ക് ഒന്ന് കൂടിയാലോ? രാജേട്ടൻ പെട്ടെന്ന് തന്നെ മമ്മിയോട് ചോദിച്ചു. അത് കേട്ടപ്പോൾ മമ്മിയുടെ മുഖത്ത് ഒരു നാണം വരുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് ഞാൻ അടുക്കളയിലേക്ക് ചെന്ന്, മമ്മി ഫുഡായോ എന്ന് ചോദിച്ചു. മമ്മിയും രാജേട്ടനും അകന്നു മാറി. മമ്മി ഫുഡ് എടുക്ക്, രാജേട്ടന് വിശക്കുന്നുണ്ടാവും, ഞാൻ പറഞ്ഞു. എടാ കുട്ട, നിന്റെ രാജേട്ടൻ്റെ വിശപ്പൊക്കെ മമ്മി മാറ്റിക്കോളാം. അതും പറഞ്ഞ് മമ്മി രാജേട്ടനെ നോക്കി ചിരിച്ചു. ആ അത് മതി, പിന്നെ രാജേട്ടനെന്നെ ഒന്നും പറയരുത്, ഞാൻ പറഞ്ഞു. നീ നിൻ്റെ രാജേട്ടനെ വിളിച്ച് കൈ കഴുകിയിരുന്നോ? അങ്ങനെ ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. മമ്മി അടുക്കളയിൽ മറ്റു പണികളായി മാറി. രാജേട്ടൻ എന്നോട് പറഞ്ഞു, എടാ നീ പെട്ടെന്ന് ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് കിടന്നോളണം. അപ്പോൾ ഞാൻ എങ്ങനെ കാണുക? എടാ കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നാൽ മതി. എന്തായിരുന്നു? ഞാൻ കേട്ടു നിങ്ങൾ പറഞ്ഞതൊക്കെ. അത് നിൻ്റെ മമ്മി സൂപ്പറാടാ, എനിക്കിനി അവളെ മതി, വേറൊരു പെണ്ണിനെ വേണ്ട. നീ എല്ലാം കണ്ടായിരുന്നോ? രാജേട്ടൻ ചോദിച്ചു. പിന്നെ ഞാൻ നന്നായി കണ്ടു. അങ്ങനെ ഞങ്ങൾ കുറച്ചേരം സംസാരിച്ച് നിൽക്കുമ്പോൾ മമ്മി അങ്ങോട്ട് വന്നു. ഇതെന്താ നിങ്ങൾ കിടക്കുന്നില്ലേ? എടാ നീ രാജേട്ടനെ എൻ്റെ മുറിയിൽ കിടത്തിക്കോ. അതും പറഞ്ഞ് രാജേട്ടനെ നോക്കി ചിരിച്ചിട്ട് മമ്മിയുടെ മുറിയിലേക്ക് പോയി. ആ പോക്ക് നോക്കി ഞങ്ങൾ നിന്നു. ഞങ്ങൾ മുറിയിൽ കയറി. എൻ്റെ കൂടെ കുറച്ചു നേരം രാജേട്ടൻ കിടന്നു. 1.5 മണിക്കൂർ കഴിഞ്ഞ് രാജേട്ടൻ എന്നോട് പറഞ്ഞു, എടാ ഞാൻ അവളുടെ അടുത്തേക്ക് പോവാം. ഓക്കെ. അങ്ങനെ രാജേട്ടൻ പോയി. ഞാൻ മെല്ലെ എഴുന്നേറ്റ് പതുക്കെ ചെന്നു. രാജേട്ടനെ കണ്ടതും മമ്മി ചോദിച്ചു, അവൻ ഉറങ്ങിയോ? ആ ഉറങ്ങി, അതല്ലേ ഞാൻ പോകുന്നത്. മമ്മി ചിരിച്ചു. അപ്പോൾ എങ്ങനെയാ, തുടങ്ങല്ലേ? രാജേട്ടൻ ചോദിച്ചു. അതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ ആ വാതിൽ സൈഡിൽ നിന്നിരുന്നു. അപ്പോൾ ഇനി ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.